Welcome to all. We are going to learn about the generations of computers. The development of computer is divided into various generations. Each generation represents a change in technology or innovation. There are 5 generations of computers. കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 5 ജനറേഷൻസായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് ഓരോ ജനറേഷൻസും റെപ്രസെൻ്റ് ചെയ്യുന്നത് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ ഓരോ ഇന്നൊവേഷൻസോ ആയിരിക്കും. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലായി ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടേഴ്സിനെയാണ് ഓരോ ജനറേഷൻസ് എന്ന് പറയുന്നത്. ഇതിലെ ഓരോ ജനറേഷൻസും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ ഓരോ ഇന്നൊവേഷൻസ് ആയിരിക്കും. ഇവിടെ കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്ന് പറയുന്നത് 5 ജനറേഷൻസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ദ കമ്പ്യൂട്ടേഴ്സ് മാനുഫാക്ചേർഡ് ബിറ്റ്വീൻ 1945 ആൻഡ് 1955. 1945 മുതൽ 1955 വരെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ലാർജ് ഇൻ സൈസ് വിത്ത് വാക്വം ട്യൂബ്സ് ഇൻ ദെയർ സർക്യൂട്ടറി വിച്ച് ജനറേറ്റ് കൺസിഡറബിൾ ഹീറ്റ്. അതായത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് സൈസ് വളരെ കൂടുതലാണ്, ലാർജ് ഇൻ സൈസ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സർക്യൂട്ടറി എന്ന് പറഞ്ഞാൽ വാക്വം ട്യൂബ്സ് ആണ്. അതായത് വാക്വം ട്യൂബ് പ്രധാന സർക്യൂട്ടറിയായി ഉപയോഗിച്ച കമ്പ്യൂട്ടർ ജനറേഷനാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വാക്വം ട്യൂബ്സ് ആണ് സർക്യൂട്ടറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ ചൂട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ സിസ്റ്റം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 1945 മുതൽ 1955 വരെ ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സർക്യൂട്ടറിയിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് വാക്വം ട്യൂബ്സ് ആണ്. സൈസ് വളരെ കൂടുതലാണ്. ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സ്പെഷ്യൽ എയർ കണ്ടീഷനിങ് അറേഞ്ച്മെൻറ്റ്സ് വെയർ റിക്വയർഡ് ടു ഡെസിപ്പേറ്റ് ദിസ് ഹീറ്റ്. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഹീറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ എയർ കണ്ടീഷനിങ് അറേഞ്ച്മെൻറ്റും ആവശ്യമായിട്ടുണ്ട്. എക്സ്ട്രീംലി സ്ലോ ആൻഡ് ദെയർ സ്റ്റോറേജ് കപ്പാസിറ്റി വാസ് ഓൾസോ വെരി ലെസ്. വളരെ സ്ലോ ആണ്, സ്റ്റോറേജ് കപ്പാസിറ്റിയും വളരെ കുറവാണ്. എക്സാമ്പിളാണ് യൂണിവാക്ക്. യൂണിവാക്കിൻ്റെ ഫുൾ ഫോം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. ഇതിൻ്റെ ഫുൾ ഫോം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി 2000 വേർഡ്സ്. യൂസ്ഡ് ഫോർ പേറോൾ ബില്ലിംഗ്. പേറോളിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബില്ലിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പ്യൂട്ടറാണ് യൂണിവാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം 2000 വേർഡ്സ് വരെയാണ്. അതിൽ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി യൂണിവാക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് ഇല്ല. അപ്പം നമ്മളിവിടെ പഠിച്ചത് കമ്പ്യൂട്ടർ ജനറേഷൻസിലെ ഫസ്റ്റ് ജനറേഷനാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലായി ഡെവലപ്പ് ചെയ്തു വന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോഴേക്കും ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരിക്കുന്ന യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നോളജിയിലുണ്ടായ മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസോ ആണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാകുന്ന അതിനുശേഷം കണ്ടുപിടിക്കുന്ന പുതിയ ടെക്നോളജീസൊക്കെയാണ് തേർഡ് ജനറേഷനിൽ വരുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും കണ്ടുപിടിക്കുന്ന യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതാണ് അടുത്ത ജനറേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1945 മുതൽ 1955 വരെ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത മെഷീൻസാണ് കമ്പ്യൂട്ടർ മെഷീൻസാണ് ഫസ്റ്റ് ജനറേഷൻ. ഇതിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. സർക്യൂട്ടറി വാക്വം ട്യൂബ്സ് ആണ്. ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ എയർ കണ്ടീഷനിങ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വളരെ സ്ലോ ആണ്. സ്റ്റോറേജ് കപ്പാസിറ്റിയും വളരെ കുറവാണ്. എക്സാമ്പിളാണ് യൂണിവാക്ക്. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. സ്റ്റോറേജ് കപ്പാസിറ്റി 2000 വേർഡ്സ് ആണ്. യൂസ് ചെയ്യുന്നത് പേറോൾ, ബില്ലിംഗ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ്.
യൂസ്ഡ് വാക്വം ട്യൂബ്സ്. ഇവിടെ നേരത്തെ പറഞ്ഞു വാക്വം ട്യൂബ്സ് പ്രധാന സർക്യൂട്ടറിയായി ഉപയോഗിച്ച ജനറേഷനാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. യൂസ് വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈച്ച് ടാസ്ക് ഹാഡ് സ്പെസിഫിക് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് കോൾഡ് പ്രോഗ്രാം. അതായത് ഓരോ ടാസ്കും പെർഫോം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വേണം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതായിരുന്നു എന്താണ് പ്രോഗ്രാം. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ ആ ടാസ്ക് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നൽകണം. അപ്പോൾ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വേണം. അതായത് പ്രോഗ്രാം ആവശ്യമായിട്ടുണ്ട്. ഈച്ച് കമ്പ്യൂട്ടർ ഹാഡ് എ സ്പെസിഫിക് മെഷീൻ ലാംഗ്വേജ് ഓർ ബൈനറി കോഡ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഓരോ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് മെഷീൻ ലാംഗ്വേജ് ആണ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബൈനറി കോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്. അതായത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ മനസ്സിലാകുന്ന രണ്ട് ബിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആണ് 0യും 1ഉം. അതാണ് ബൈനറി കോഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ എന്താണോ സ്റ്റോർ ചെയ്യുന്നത് അതിനെയെല്ലാം ബൈനറി കോഡായിട്ടാണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബൈനറി കോഡ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആണ്. ബൈനറി കോഡ് എന്ന് പറഞ്ഞാൽ ഓൺലി 2 ഡിജിറ്റ്സ് ആണ് 0യും 1ഉം. അപ്പോൾ 0യും 1ഉം 0യുടെയും 1ൻ്റെയും വേരിയസ് കോമ്പിനേഷൻസും യൂസ് ചെയ്തുകൊണ്ടാണ് ഡേറ്റയെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റയെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് വാക്വം ട്യൂബ് ടെക്നോളജിയാണ്. ഇവിടെ ഓരോ ടാസ്കും പെർഫോം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് നൽകണം. ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് മെഷീൻ ലാംഗ്വേജിലാണ് അല്ലെങ്കിൽ ബൈനറി കോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1955 to 1966 ആണ്. അതായത് 1955 മുതൽ 1966 വരെ മാനുഫാക്ചർ ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വരുന്നത്. വാക്വം ട്യൂബ്സ് വെർ റീപ്ലേസ്ഡ് ബൈ ട്രാൻസിസ്റ്റേഴ്സ്. വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലെ സർക്യൂട്ടറി എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. ഇവിടെ വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റേഴ്സ് എന്ന ടെക്നോളജി വന്നു. ദ യൂസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് റെഡ്യൂസ് ദ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വാക്വം ട്യൂബ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ സാധിച്ചു. ഇറ്റ് ഓൾസോ ഡിക്രീസ്ഡ് ദ സൈസ് ആൻഡ് ഇൻക്രീസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായി കമ്പയർ ചെയ്യുമ്പോഴും സൈസ് വളരെ കുറവാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ സൈസ് വളരെ കൂടുതലായിരുന്നു. അതിനേക്കാട്ടിലും കുറച്ചുകൂടി സൈസ് കുറവാണ്. അതേപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ഫസ്റ്റ് ജനറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലാണ്. അതായത് കുറച്ചുകൂടി ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനുണ്ട്. ഇറ്റ് റിക്വയർസ് ലെസ് പവർ ടു ഓപ്പറേറ്റ് ആൻഡ് വെയർ മച്ച് ഫാസ്റ്റർ ദാൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായി എടുക്കുന്ന പവർ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെക്കാട്ടിലും ഫാസ്റ്റുമാണ്. അപ്പോൾ ഫസ്റ്റ് വാക്വം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വളരെ കുറവാണ്. അതേപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്. ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായി എടുക്കുന്ന പവർ റിക്വയർമെൻറ്റ്സ് കുറവാണ്. അതേപോലെ ഫസ്റ്റ് ജനറേഷനെക്കാട്ടിലും കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ദീസ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഹൈ ലെവൽ ലാംഗ്വേജ് ഫോർ റൈറ്റിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. മെഷീൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത് 2 ഡിജിറ്റ്സ് ആണ് 0യും 1ഉം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ 0യും 1ഉം യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോഗ്രാം എഴുതേണ്ടത്.
അപ്പോൾ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ അതിലെല്ലാം യൂസ് ചെയ്യുന്നത് 0ഉം 1ഉമാണ്. അപ്പം 0ഉം 1ഉം 0ഉം 1ൻ്റെയും വേരിയസ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾക്കറിയാവുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടേതായ ഭാഷയിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് പല സിൻടാക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുകയാണ്. ആ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി കമ്പ്യൂട്ടറിലേക്ക് കിട്ടുമ്പോഴേക്കും കമ്പ്യൂട്ടർ അതിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലാക്കിയിട്ട് ആ പ്രോസസ്സിങ് ചെയ്യും. അപ്പോൾ ഇവിടെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഫോർട്രാൻ ആൻഡ് കൊബോൾ വേർ ദ ലാംഗ്വേജസ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ ഫോർട്രാൻ്റെ ഫുൾ ഫോം ആണ് ഫോർമുല ട്രാൻസ്ലേഷൻ. കൊബോൾ എന്ന് പറഞ്ഞാൽ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി, ബിസിനസ് യൂസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കൊബോൾ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുമാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. ഈ ട്രാൻസിസ്റ്റേഴ്സ് വാക്വം ട്യൂബ് കൊണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷനെക്കാട്ടിലും സൈസ് വളരെ കുറവാണ്, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായി എടുക്കുന്ന പവർ റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ചെയ്യുന്നു. ഇവിടെ മെഷീൻ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹൈ ലെവൽ ലാംഗ്വേജസ് പ്രോഗ്രാം എഴുതാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പ്രോഗ്രാം എഴുതുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഷയിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഫോർട്രാനും കൊബോളും. ഫോർട്രാൻ്റെ ഫുൾ ഫോം ആണ് ഫോർമുല ട്രാൻസ്ലേഷൻ, കൊബോൾ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഡിസൈൻഡ് ഫോർ ബിസിനസ് യൂസ്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് ആണ്. യൂസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് മച്ച് സ്മോളർ ഇൻ സൈസ് ദാൻ വാക്വം ട്യൂബ്സ്. വാക്വം ട്യൂബിനെക്കാട്ടിലും സൈസ് കുറവുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഈസിയർ അസംബ്ലി ലാംഗ്വേജ് വാസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോംപ്ലക്സ് മെഷീൻ ലാംഗ്വേജ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായ മെഷീൻ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ അസംബ്ലി ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിമോണിക് കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. നിമോണിക് കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡീഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആഡ് എന്നെഴുതും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ MUL എന്നെഴുതും. ഡിവിഷൻ ആണെങ്കിൽ DIV എന്നെഴുതും. അങ്ങനെ നിമോണിക് കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഓപ്പറേഷനെയും റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ഞാൻ പറഞ്ഞിരുന്നു. ഫോർട്രാൻ അതുപോലെ കൊബോൾ പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസും അസംബ്ലി ലാംഗ്വേജസും ഒക്കെ മെഷീൻ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫീച്ചേഴ്സ് പറഞ്ഞത് 2 പോയിൻ്റാണ്. ഫസ്റ്റ് പറഞ്ഞത് വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. സെക്കൻഡ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള, അതായത് കോംപ്ലക്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ മെഷീൻ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അസംബ്ലി ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഫോർട്രാൻ, കൊബോൾ തുടങ്ങിയ ലാംഗ്വേജസും ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത്രയുമാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് തേർഡ് ജനറേഷൻ. The third generation computers started in 1966 with the incorporation in integrated chips in the circuitry. ഇവിടെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രാൻസിസ്റ്റേഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് IC ചിപ്പ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് ആണ് സർക്യൂട്ടറിയിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1966 ശേഷമാണ്. അപ്പം 1966 മുതൽ ജനറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത മാനുഫാക്ചർ ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ യൂസ് ചെയ്യുന്നത്, സർക്യൂട്ടറിയിൽ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് ആണ് അല്ലെങ്കിൽ IC ചിപ്സ് ആണ്. ദീസ് വെയർ സ്മോൾ ഇൻ സൈസ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് കമ്പയർഡ് ടു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വളരെ കുറവാണ്, അതുപോലെ കോസ്റ്റും വളരെ കുറവാണ്.
അത് കമ്പ്യൂട്ടർ വാങ്ങാൻ ആവശ്യമായി എടുക്കുന്ന പൈസ അല്ലെങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, സൈസും വളരെ സ്മോൾ ആണ്. സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ദീസ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്രീസ്ഡ് മെനി ഫോൾഡ് ആസ് ഇൻക്ലൂഡ് യൂസർ ഫ്രണ്ട്ലി പാക്കേജ് പ്രോഗ്രാംസ്, വേർഡ് പ്രോസസ്സിംഗ്. അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സ്പീഡും വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് പാക്കേജസ് ഒക്കെ വന്നു. അതുപോലെ വേർഡ് പ്രോസസ്സിംഗ് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഒരു ആപ്ലിക്കേഷനാണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് യൂസർ ഫ്രണ്ട്ലി പാക്കേജ് പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ജനറേഷൻ 1966 ശേഷം ഡെവലപ്പ് ചെയ്ത മാനുഫാക്ചർ ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ സർക്യൂട്ടറിയിൽ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് ആണ്. സെക്കൻഡ് ജനറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വളരെ കുറവാണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്, ഓപ്പറേറ്റിംഗ് സ്പീഡും കൂടുതലാണ്. അതേപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി പാക്കേജസ്, വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ജനറേഷനാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ്: യൂസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് വിച്ച് റെഡ്യൂസ് സൈസ് റിമാർക്കബിളി. സെക്കൻഡ് ജനറേഷനുമായി കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരുപാട് സൈസ് കുറവാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് സർക്യൂട്ടറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട്, സൈസ് വളരെ കുറഞ്ഞു. യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് കോർഡിനേറ്റഡ് ദ സിസ്റ്റം ഓപ്പറേഷൻസ്. സിസ്റ്റം ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങളൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. നമ്മളുടെ മൊബൈലിൽ ആൻഡ്രോയിഡ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറും യൂസറിനും ഇടയ്ക്കുള്ള ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് അടുത്ത മോഡ്യൂളിൽ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ജനറേഷനാണിത്. ഇംപ്രൂവ്ഡ് സ്റ്റോറേജ് മെക്കാനിസംസ് കെയിം ഇൻ യൂസ്. ഒരുപാട് സ്റ്റോറേജ് മെക്കാനിസംസ്, അതായത് ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള സ്റ്റോറേജ് മെക്കാനിസംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അതായത് മാഗ്നറ്റിക് ഡിസ്ക്, മെയിൻ മെമ്മറി ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ജനറേഷനിലാണ്. ന്യൂ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ലൈക്ക് MICR, പ്ലോട്ടർ, സ്കാനർ കെയിം ഇൻ ടു യൂസ്. അതായത് ഒരുപാട് പുതിയ പുതിയ ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും ഒക്കെ കണ്ടുപിടിച്ചതും ഈ ഒരു ജനറേഷനിലാണ്. അതായത് MICR എന്ന് പറഞ്ഞാൽ ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ആണ്. അതുപോലെ പ്ലോട്ടർ, സ്കാനർ എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, കീബോർഡ്, മൗസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് യൂസ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു ജനറേഷനിലാണ്. അപ്പോൾ ഫീച്ചേഴ്സിൽ പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് സൈസ് വളരെ കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങി, സ്റ്റോറേജ് മെക്കാനിസംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് മാഗ്നറ്റിക് ഡിസ്ക്, മെയിൻ മെമ്മറി പോലെയുള്ള സ്റ്റോറേജ് മെക്കാനിസംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പുതിയ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്, അതായത് കീബോർഡ്, മൗസ് മുതലായവ. അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസുകൾ, ഒരുപാട് ഔട്ട്പുട്ട് ഡിവൈസുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ജനറേഷനിലാണ്. നെക്സ്റ്റ്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ 1976 ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് തേർഡ് ജനറേഷൻ ടെക്നോളജി. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1976 ശേഷമാണ്. 1976 ശേഷം മാനുഫാക്ചർ ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സേഴ്സ് വിച്ച് ആർ പ്രോഗ്രാമബിൾ ICs ഫാബ്രിക്കേറ്റഡ് യൂസിങ് LSI ടെക്നിക് ആർ യൂസ്ഡ് ഇൻ ദീസ് കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് LSI, അതായത് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ എ സിംഗിൾ ചിപ്പ്. ഒരു സിംഗിൾ ചിപ്പിനകത്തിൽ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ചിപ്പിനകത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു ടെക്നിക്കാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വെയർ ഡെവലപ്ഡ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തു ബൈ കമ്പൈനിങ് മൈക്രോ പ്രോസസ്സേഴ്സ് വിത്ത് അതർ LSI ചിപ്പ് വിത്ത് കോമ്പാക്ട് സൈസ്, ഇൻക്രീസ്ഡ് സ്പീഡ് ആൻഡ് ഇൻക്രീസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇവിടെ LSI ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ സ്പീഡ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയും തേർഡ് ജനറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്.
During 1980, experts produced VLSI and ULSI, squeezing millions of components onto a single chip. അതായത് അടുത്ത 1980 ആയതോടുകൂടി 76 മുതൽ 80 വരെ യൂസ് ചെയ്യുന്നത് LSI ടെക്നോളജി ആയിരുന്നു. 80 മുതൽ അങ്ങോട്ട് 80 എബോവ് ആയപ്പോഴത്തേക്കും VLSI ടെക്നോളജിയും അതുപോലെ ULSI ടെക്നോളജിയും യൂസ് ചെയ്യാൻ തുടങ്ങി. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ്. ULSI എന്ന് പറഞ്ഞാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ്. ഇപ്പോൾ VLSI ടെക്നോളജി എന്ന് പറഞ്ഞാൽ LSIയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചിപ്പിനകത്തിൽ 1000-ഓളം ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ VLSI എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെയാണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ULSI എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതായത് 1 മില്യൺ ട്രാൻസിസ്റ്ററിനെക്കാട്ടിലും കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സിനെ ഒരു സിംഗിൾ ചിപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ടെക്നോളജിയാണ് ULSI ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1976 ശേഷം മാനുഫാക്ചർ ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സേഴ്സാണ്. യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ LSI ടെക്നോളജി. ഇവിടെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ VLSI ടെക്നോളജിയും ULSI ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചിപ്പിനകത്തിൽ, ഒരു സിംഗിൾ ചിപ്പിനകത്തിൽ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. VLSI എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ULSI എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പം ഇത്രയുമാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഫീച്ചേഴ്സ്. ചിപ്സ് യൂസ്ഡ് VLSI ആൻഡ് ULSI ടെക്നോളജി. VLSI ULSI ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. റെഡ്യൂസ്ഡ് സൈസ് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻ. നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷനുമായി കമ്പയർ ചെയ്യുമ്പോഴേക്കും സൈസ് വളരെ കുറവാണ്. റെഡ്യൂസ്ഡ് കോസ്റ്റ് കുറവാണ്. ഇൻക്രീസ്ഡ് പെർഫോമൻസ് ആൻഡ് സ്പീഡ് കൂടുതലാണ്, പെർഫോമൻസും കൂടുതലാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ് ദ പ്രസന്റ് ഡേ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ വൺസ് ദാറ്റ് ആർ ബീയിങ് ഡെവലപ്ഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സും ഇനിയും ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ഡിവൈസസ് ആർ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഈ ഡിവൈസസ് ബേസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ദ എയിം ഈസ് ടു ബ്രിങ് ഇറ്റ് ക്ലോസർ ടു ദ വർക്കിംഗ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. അതായത് ഹ്യൂമൻ ബ്രെയിനിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നൊരു കൺസെപ്റ്റോടു കൂടിയാണ്, എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻ്റ്ലി നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സും ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിവൈസസ് ആണ്. അതായത് നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനുമായി താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബ്രെയിനിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ വർക്കിങ്ങും അതിനോടടുത്ത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇപ്പോഴും നമ്മൾ പുതിയ പുതിയ ഓരോ ടെക്നോളജീസും ഓരോ കാര്യങ്ങളും ഓരോ ഇന്നോവേഷൻസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫീച്ചേഴ്സ്. എമർജൻസ് ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തു. സപ്പോർട്ട് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എക്സ്പേർട്ട് സിസ്റ്റംസ്, വോയിസ് റെക്കഗ്നേഷൻ, ബയോമെട്രിക്സ് എക്സെട്ര. അപ്പം ഒരുപാട് പുതിയ ടെക്നോളജീസ് ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് വോയിസ്, നമ്മളുടെ സൗണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ വോയിസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള നമ്മളുടെ വോയിസിനെ റീഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ നമ്മുടെ റിപ്ലൈ തരിക. ഇപ്പോൾ നമ്മൾ വോയിസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗൂഗിളിലൊക്കെ എന്തെങ്കിലും ടോപ്പിക്സ് സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ പറയാറുണ്ട്, അതായത് വോയിസിലൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വോയിസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ റിപ്ലൈ തിരിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ നമ്മളുടെ കണ്ണിൻ്റെ റെറ്റിന, അങ്ങനെയുള്ള പോർഷൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ഓതൻറ്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അതാണ് ബയോമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മോഡ്യൂളിലായിട്ട് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എക്സ്പേർട്ട് സിസ്റ്റംസും വോയിസ് റെക്കഗ്നേഷനും അതുപോലെ ബയോമെട്രിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തത് ഫിഫ്ത്ത് ജനറേഷനിലാണ്. ക്രിയേറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. സപ്പോർട്ട് ഫോർ നെറ്റ്വർക്കിംഗ്, കണക്ടിവിറ്റി ആൻഡ് പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് സപ്പോർട്ട് ചെയ്യുന്നു. പോർട്ടബിൾ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ കമ്പ്യൂട്ടർ ഇരുന്നു കൊണ്ട് യൂസ് ചെയ്യാതെ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ വെക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ അല്ലാതെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്തുകൊണ്ട്
യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷനിലൊക്കെ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കില്ല, ഒരുപാട് മെഷീൻസ് ഉണ്ടായിരിക്കും. അപ്പം ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഏതെങ്കിലും വയർ അല്ലെങ്കിൽ കേബിൾ യൂസ് ചെയ്തുകൊണ്ടൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്താൽ അതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണ് കണക്ടിവിറ്റി. അപ്പോൾ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ പോർട്ടബിൾ കമ്പ്യൂട്ടിങ്, ഇതിനെല്ലാം 5th ജനറേഷൻ കമ്പ്യൂട്ടർ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ്ലി നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സും നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് 5th ജനറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ എക്സ്പേർട്ട് സിസ്റ്റംസ്, വോയിസ് റെക്കഗ്നേഷൻ, ബയോമെട്രിക്സ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ നെറ്റ്വർക്കിംഗ്, കണക്ടിവിറ്റി, പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ജനറേഷനാണ് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസ് ആണ്. അതായത് ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് ഓരോരോ പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുകയും അതുപോലെ ഓരോ ഇന്നോവേഷൻസ് ഉണ്ടാകുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ ജനറേഷൻസും പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ജനറേഷൻസും പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നിന്നും ഉണ്ടായ മാറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് ജനറേഷൻ പറയുന്നത്. അതിൽ എന്തെങ്കിലും പുതിയ ടെക്നോളജീസ് വന്നപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് പോയി. അങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷൻസിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, 4th ജനറേഷൻ, അതേപോലെ 5th ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ സർക്യൂട്ടറി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. സെക്കൻഡിൽ ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. തേർഡിൽ ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് ആയിരുന്നു. 4th മൈക്രോ പ്രോസസ്സേഴ്സ്, അതുപോലെ LSI, VLSI, അതുപോലെ ULSI ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തു. 5th ആയപ്പോഴേക്കും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വന്നു. അതായത് ഹ്യൂമൻ ബ്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബ്രെയിനിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോഴും പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ, ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ള 5th ജനറേഷൻ വരെ. താങ്ക് യു.